ഒന്നുമില്ല രമ്യ. ഒരത്യാവശ്യം വന്നപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അതെനിക്കറിയാലോ. ശരി, വെക്കട്ടെ. ഈശ്വര, ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് അച്ഛന്റെ വോട്ടോ തിരികെ എടുത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ലല്ലോ ഭഗവാനെ. ശ്യാമിനെ ഒന്ന് വിളിച്ചു നോക്കാം. ശ്യാമിനെ ഈടെയായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റിയാവോ? ഹലോ ശില്പേ, ഞാനാ വന്ദന. സുഖാണ്. ജഗൻ കുളിക്ക. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ശില്പേ, ഞാനേ ഒരു സഹായം ചോദിക്കാനാ വിളിച്ചത്. എനിക്ക് ഒരു മാസത്തേക്ക് മറിക്കാൻ 1,00,000 രൂപ വേണമായിരുന്നു. ഒരു മാസത്തിനകം തിരിച്ചു തരാം, പലിശയും തരാം. സർജറിയോ? എന്ന്? മറ്റന്നാളോ? ഓ സാരല്ല, നടക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ശരി, പെട്ടെന്ന് സുഖാവട്ടെ. വന്ദനെ, എന്തിനാ മറ്റുള്ളവരോടൊക്കെ പണം കടം ചോദിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങനെ അച്ഛനെ സഹായിക്കാന്നാ? ആദ്യമായിട്ട് അച്ഛൻ എന്നോടൊരു സഹായം ചോദിച്ചത്. അത് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. എന്തൊരു ശാപം പിടിച്ച ജന്മമായിപ്പോയി എന്റേത്. കരയണ്ട. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും അച്ഛന്റെ ഓട്ടോ തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള പണം ഞാൻ കണ്ടെത്തിയിരിക്കും. സമാധാനായിട്ടിരിക്കും. ആ ഓട്ടോ അച്ഛന് തിരികെ കിട്ടിയിരിക്കും. ഞാനതെടുത്ത് കൊടുത്തിരിക്കും. ഓ, അപ്പൊ അങ്ങനെയാണ് കഥ. മാധവൻ നായരുടെ ഓട്ടോറിക്ഷ പണം കൊടുക്കാനുള്ള ആരോ ജപ്തി ചെയ്തുകൊണ്ട് പോയി. വീരശൂര പരാക്രമിയായ മരുമകൻ അത് എടുത്തു കൊടുക്കാന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. 5 പൈസ വരുമാനമില്ലാതെ തെക്കും വടക്കും നടക്കുന്നവൻ ഇതെങ്ങനെ എടുത്തു കൊടുക്കാനാ? കാണിച്ചു തരാൻ ഞാൻ.
നിനക്ക് ഓട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ലേലും എനിക്കിതെടുത്ത് ഇവിടെ അലക്കാൻ പറ്റും. കണ്ടോ? വർക്ക്ഷോപ്പിലെ ജോലി തീർന്ന ശേഷം ഒരു ഓട്ടോ ഓടിക്കുകയായിരുന്നു മാധവൻ നായർ. ആ ഓട്ടോറിക്ഷ മനോജ് പൈസ കൊടുക്കാനുള്ള പലിശക്കാര് കൊണ്ടുപോയി. നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? വന്ദന ആ ഓട്ടോറിക്ഷ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തു കൊടുക്കാൻ ആരോടൊക്കെയോ ഫോണിൽ വിളിച്ച് പൈസ ചോദിക്കുന്ന കേട്ടു. ഓ, അവള് ചോദിച്ച ആരെങ്കിലും പൈസ കൊടുക്കുവോ? സത്യമാണോ? ഇവിടെ നിന്നെങ്കിലും മോട്ടിച്ചിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും അച്ഛന്റെ ഓട്ടോറിക്ഷ തിരികെ എടുത്തു കൊടുക്കാനുള്ള പണം കണ്ടെത്തുന്ന വന്ദന ജനനോട് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിലായില്ല. അവരവരുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ സൂക്ഷിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ചിലപ്പോ വന്ദന മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇവിടെയുള്ള ആര് മോഷ്ടിച്ചാലും വന്ദന മോഷ്ടിക്കില്ല.